ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ സമ്മേളനത്തിനിടെ പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിക്കുന്ന ചടങ്ങ് പുരോഗമിക്കുകയാണ്. അതിന്റെ തത്സമയ സംരക്ഷണത്തിലേക്ക് ഡിവൈഎഫ്ഐയുടെ പുതിയ സാരഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. മുഹമ്മദ് റിയാസ് ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റാകും. അവോയ് മുഖർജി ജനറൽ സെക്രട്ടറിയും ആകും. എൻ ഷംസീറാണ് വൈസ് പ്രസിഡന്റ്. എം സ്വരാജ് ജോയിന്റ് സെക്രട്ടറിയുമാകും. ദില്ലിയിൽ നിന്നുള്ള ബൽബീർ പരസാര ട്രഷററാകും. കൊച്ചിയിൽ നടക്കുന്ന അഖിലേന്ത്യാ സമ്മേളനത്തിലാണ് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. കേന്ദ്ര കമ്മിറ്റിയിലേക്ക് 6 മലയാളികളാണ് ഉള്ളത്. ഇപ്പോൾ പുതിയ അഖിലേന്ത്യാ പ്രസിഡന്റ് മുഹമ്മദ് റിയാസ് ആണ് സംസാരിക്കുന്നത്. തത്സമയം We all know that from the day which the organization committee was formed from the Ernakulam town hall till now, the Cochin conference was a historical and marvelous conference which we have ever seen. We know the conference organizing committee, their work, which was not a model for conducting the future conferences, but also, not only a model for future conferences, but also it's a model, it's a way shown for our organizational work in all over our country, how to conduct with the participation of the people. I congratulate Comrade Rajiv, Comrade Swaraj, Comrade Sadish, Comrade Arun, Princey and all other comrades of this district who made this conference a marvelous conference. We all know that our former President, Comrade M.A. Baby, said before, from 1980 to 2017, all DYFI, All India conferences were very seriously discussed the matters regarding our country and world and on social issues, and we taken many important decisions. Punjab, Ludhiana, the second conference in Kerala, Kozhikode, and the third conference in Chennai, Tamil Nadu, and the fourth conference which was in Mumbai, Maharashtra, and the fifth conference which was in Bengal, Calcutta, and the sixth conference which was in Trivandrum, Kerala, and the seventh conference which was in Amritsar, and the eighth conference which was in Chennai, and the ninth conference which was in Bangalore. This 10th Cochin conference also discussed by as same as that of later conferences which discussed serious issues. But there are more political importance, more speciality for Cochin. ഇപ്പോൾ ഈ വാർത്തയിലേക്ക് തിരികെ എത്താം. മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് പോവുകയാണ്. കറൻസി ഇടപാടുകൾ 3 ലക്ഷത്തിന് മുകളിൽ കടന്നാൽ പിഴ ഈടാക്കാൻ ഒരുങ്ങി കേന്ദ്ര സർക്കാർ. 3 ലക്ഷം രൂപയ്ക്ക് 3 ലക്ഷം അതിനു മുകളിലേക്കുമുള്ള തുകയ്ക്ക് അതേ തുക തന്നെയാണ് പിഴ ഈടാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി സിജു സുഗതൻ ചേരുകയാണ്. സിജു, വളരെ നിർണായകമായ ഒരു തീരുമാനം. സാധാരണക്കാരെ ഞെട്ടിക്കും ഒരുപക്ഷെ ഇത്തരം ഒരു തീരുമാനം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് ഇനി കറൻസി ഇടപാടുകൾ പാടില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഈ ഒരു തീരുമാനം എത്തിക്കുക. ഡിജിറ്റൽ ഇന്ത്യ എന്നുള്ള ഒരു പദ്ധതിയിലേക്ക് അതിനെ സഹായിക്കുന്ന രീതിയിലേക്കുള്ള ഒരു നടപടിയാണോ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്? അഞ്ജു, ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലി കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച ബജറ്റിലാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശമുണ്ടായിരുന്നത്. 3 ലക്ഷത്തിന് മുകളിലുള്ള കറൻസി ഇടപാടുകൾ നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇറങ്ങും എന്ന തരത്തിലാണ് 3 ലക്ഷത്തിനുള്ള കറൻസി ഇടപാടുകൾ നിരോധിച്ചുകൊണ്ടുള്ള നിർദ്ദേശമാണ് ബജറ്റിലൂടെ അദ്ദേഹം പ്രഖ്യാപിച്ചത്. അതിനെ സംബന്ധിച്ച് പക്ഷേ അതിൽ എത്ര രൂപ പിഴ എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങളൊന്നും വന്നിരുന്നില്ല. പക്ഷേ ഇന്ന് കേന്ദ്ര റവന്യൂ സെക്രട്ടറി ഹഷ്മുഖ് അദിയ PTAക്ക് നൽകിയ ഒരു അഭിമുഖത്തിലാണ് ഇത് സംബന്ധിച്ച കൂടുതൽ വ്യക്തത വരുത്തിക്കൊണ്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്.
വന്നിരിക്കുന്നത്. അത് പ്രകാരം അതായത് നിലവിൽ 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ നോട്ട് വഴി അതായത് കറൻസി വഴി പണമിടപാട് നടത്തുകയാണെങ്കിൽ അത്രയും തുക തന്നെ പിഴ ഒടുക്കേണ്ടി വരുമെന്നാണ് റവന്യൂ സെക്രട്ടറി വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഇപ്പോൾ 4 ലക്ഷം രൂപയുടെ ഇടപാടാണ് ഒരാൾ നടത്തുന്നതെങ്കിൽ 4 ലക്ഷം രൂപ തന്നെ പിഴ ഒടുക്കേണ്ടി വരും. അതായത് പൈസ സ്വീകരിക്കുന്ന ആരാണോ അയാൾ തന്നെ ഈ പിഴ ഒടുക്കേണ്ടി വരുമെന്നുമാണ് റവന്യൂ സെക്രട്ടറി വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല 4 ലക്ഷത്തിൽ ഇത്തരത്തിൽ സാധനങ്ങൾ വാങ്ങിയ ലക്ഷറി കാറുകൾ, ആഡംബര കാറുകൾ, അതോടൊപ്പം തന്നെ ആഭരണങ്ങൾ എന്നിവ വാങ്ങിയാൽ പോലും ആരാണോ വാങ്ങുന്നത്, അതായത് കടക്കാരനാണ്, ഇപ്പം കാർ ഉടമ അല്ലെങ്കിൽ ജുവലറി ഉടമയാണ് ഈ പിഴ തുക അടയ്ക്കേണ്ടി വരിക എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ബജറ്റ് നിർദ്ദേശത്തെ തുടർന്ന് അതായത് 2 കാര്യങ്ങളാണ് ഇതിലൂടെ കേന്ദ്ര സർക്കാർ തന്നെ വ്യക്തമാക്കിയിരുന്നത്. അതിൽ ഒന്ന് രാജ്യത്തെ ഡിജിറ്റലിലേക്ക്, അതായത് ക്ലീൻ ഇന്ത്യ ടെക് ഇന്ത്യ എന്നാണ് അന്ന് തന്നെ അരുൺ ജെയ്റ്റ്ലി ബജറ്റ് പ്രഖ്യാപന വേളയിൽ ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞിരുന്നത്. അതിന്റെ ചുവട് പിടിച്ച് അതായത് നേരത്തെ നവംബർ 8-നുള്ള ഡിമോണിറ്റൈസ് അതായത് നോട്ട് അസാധുവാക്കലിന്റെ തുടർച്ചയായിട്ടുള്ള നടപടികൾ, രാജ്യത്തെ ഡിജിറ്റലൈസ് ചെയ്യുക എന്നതിന്റെ തുടർച്ചയായിട്ടുള്ള നടപടികളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ 3 ലക്ഷത്തിന് മുകളിൽ ഈ തുക കറൻസി ഇടപാട് നിരോധിക്കുകയും അതിന് പിഴയായി അത്രയും തുക തന്നെ പിഴ അടയ്ക്കുക എന്ന തരത്തിലേക്കുള്ള നിർദ്ദേശങ്ങൾ വന്നിരിക്കുന്നത്. ഏതായാലും 2 കാര്യങ്ങളാണ് കേന്ദ്ര സർക്കാർ ഇതുമായി സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, രാജ്യത്തെ പണമിടപാടുകൾ അല്ലെങ്കിൽ കറൻസി ഇടപാടുകളെല്ലാം ഡിജിറ്റലാക്കി മാറ്റുക, അതോടൊപ്പം തന്നെ കള്ളപ്പണം വെളുപ്പിക്കാൻ തരത്തിലുള്ള കാര്യങ്ങൾ. നോട്ടസാധുവക്കലിന്റെ ദുരിതത്തെ സംബന്ധിച്ച് രാജ്യം ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു. ഇനി പുതിയ തീരുമാനം, കേന്ദ്ര സർക്കാരിന്റെ പുതിയ തീരുമാനം എന്തൊക്കെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അതുപ്രകാരം ഇപ്പോൾ പറയുന്നത് 3 ലക്ഷത്തിന് മുകളിലുള്ള എല്ലാ ഇടപാടുകളും ഇനി ഡിജിറ്റൽ രൂപത്തിലോ അതല്ലെങ്കിൽ ചെക്ക് രൂപത്തിലോ മാത്രമേ പാടുള്ളൂ. 3 ലക്ഷത്തിന് രൂപത്തിൽ മുകളിൽ ഇടപാട് നടത്തിക്കഴിഞ്ഞാൽ എത്ര രൂപയ്ക്കാണ് ഇടപാട് നടത്തുക? ഇപ്പൊ 4 ലക്ഷത്തിനാണെങ്കിൽ 4 ലക്ഷം രൂപ പിഴ അടയ്ക്കുക, 50 ലക്ഷത്തിന് ഇടപാടാണ് നടത്തുന്നതെങ്കിൽ 50 ലക്ഷം രൂപ കൂടി പിഴ അടയ്ക്കുക എന്ന നിലപാടാണ് ഇപ്പോൾ റവന്യൂ സെക്രട്ടറി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏപ്രിൽ 1 മുതൽ ഈ നിയമം പ്രാബല്യത്തിൽ വരുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അഞ്ജു, സിജു, എന്തായാലും ഈ ഡിജിറ്റൽ ഇന്ത്യ പദ്ധതി എന്നുള്ളത് തന്നെ ആദ്യം മുതൽക്കേ തന്നെ ഏറെ വിവാദങ്ങളൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നു. സാധാരണക്കാർ ഏറ്റവും അധികമുള്ള ഈ ഇന്ത്യയിൽ കറൻസി ഇല്ലാത്ത ഒരു രാജ്യമെന്ന് സ്വപ്നം കാണുക അത് അപ്രായോഗികമല്ലേ? ഒരുപക്ഷെ സാധാരണക്കാരെ സംബന്ധിച്ച് ഈ ഒരു തീരുമാനവും വലിയ പ്രത്യാഘാതങ്ങളല്ലേ വരുത്തിവെക്കുക? അഞ്ജു, ഈ നവംബർ 8-ന്റെ നോട്ട് റദ്ദാക്കൽ തീരുമാനത്തിന് ശേഷം രാജ്യത്ത് തന്നെ 300-ലധികം പേർ ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം. കാരണം കർഷകരും പട്ടിണിപ്പാവങ്ങളുമായ നിരവധി പേരാണ് ജീവിതം അരക്ഷിതാവസ്ഥയിലാവുകയും ചെയ്തത്. മാത്രമല്ല അതിന്റെ 2ാം ഘട്ടത്തിൽ, അതായത് ആദ്യഘട്ടത്തിൽ ATM-കൾക്ക് മുമ്പിൽ ക്യൂ നിൽക്കുകയും ജനങ്ങൾ ആത്മഹത്യയിലേക്ക് പോകുന്ന ഒരു ഘട്ടം വന്നുവെങ്കിൽ 2ാം ഘട്ടത്തിലേക്ക് അതിന്റെ ഒരു ഷോക്ക്, അതിന്റെ പ്രത്യാഘാതം വന്നത് കാർഷിക മേഖലയിലാണ്. പശ്ചിമ ബംഗാളിലും ഒറീസയിലും അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിരവധി കൃഷി നഷ്ടപ്പെട്ട, അതായത് ഉരുളക്കിഴങ്ങ് കർഷകരും സവാള കർഷകരും അടക്കം നിരന്തരം, അതായത് ദിനംപ്രതി കറൻസി നോട്ടിനെ അടിസ്ഥാനപ്പെടുത്തി വ്യാപാരം നടന്നിരുന്ന മേഖലകൾ, കാർഷിക വ്യാപാര മേഖലകൾ, അവിടെയൊക്കെ വൻ തകർച്ച നേരിടുകയും ജനങ്ങൾ ആകെ അതായത് നോട്ട് റദ്ദാക്കലിന്റെ 2ാം ഘട്ടം എന്ന രീതിയിൽ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടിലൊടിച്ചുകൊണ്ട് കാർഷിക മേഖല ആകെ തകരുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരുന്നത്. അതിന്റെ തന്നെ നോട്ട് റദ്ദാക്കലിന്റെ ഭാഗമായി അതിന്റെ തുടർ നടപടി എന്ന രീതിയിലാണ് രാജ്യത്തെ കറൻസി ഇടപാടുകൾ അല്ലെങ്കിൽ പണം കറൻസി രഹിത ക്യാഷ്ലെസ് ഇക്കോണമി എന്ന തരത്തിലുള്ള ഒരു ക്യാഷ്ലെസ് എക്കോണമി ആക്കി മാറ്റുക എന്നുള്ള കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. അത് ഏത് തരത്തിൽ ബാധിക്കുമെന്നുള്ളതിന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അതിൽ പ്രധാനമായി പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കള്ളപ്പണം വെളുപ്പിക്കുക അല്ലെങ്കിൽ അമിതമായി പണം കുന്നുകൂട്ടി വച്ചിരിക്കുന്നവർ ഇത്തരത്തിൽ അവരുടെ പണം നിയമവിധേയമാക്കുക എന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത് എത്രത്തോളം ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നു. നിലവിൽ പറയുന്നത് എല്ലാ ഇടപാടുകളും ഡിജിറ്റലൈസ് ചെയ്യുക. രാജ്യത്തെ 80 കോടിയിലധികം ജനതയ്ക്ക് 20 രൂപയ്ക്ക് താഴെ വരുമാനമുള്ള 80 കോടി ജനതയ്ക്ക് താഴെയുള്ള രാജ്യമാണ് ഇന്ത്യ. അവിടെ ഈ മോഡി ഡിജിറ്റലൈസേഷൻ നടപ്പിലാക്കുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് വളരെ വ്യക്തമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഏതായാലും ഏപ്രിൽ 1-ന് ഈ തീരുമാനം നടപ്പിലാക്കാൻ വരുന്നു. അതിനുശേഷം എന്തൊക്കെ കണ്ടറിയേണ്ടിയിരിക്കുന്നു അതിനെ സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. ഇപ്പോൾ ഒരു ദേശീയ മാധ്യമത്തിന് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യക്ക് റവന്യൂ സെക്രട്ടറി നൽകിയ ഒരു അഭിമുഖത്തിലാണ് ഇത് സംബന്ധിച്ചുള്ള പിഴയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ വന്നിരിക്കുന്നത്. മറ്റു കാര്യങ്ങളൊന്നും തന്നെ വ്യക്തമായിട്ടില്ല. അഞ്ജു, ഒരു പദ്ധതി നടപ്പാക്കുമ്പോൾ അതിന്റെ വരുംവരായികൾ മുന്നിൽ കാണാതെയാണ് മോദി സർക്കാർ പദ്ധതികൾ നടപ്പിലാക്കുന്നത് എന്നുള്ള ആരോപണം ഒരുപക്ഷെ നോട്ട് നിരോധനം ഉണ്ടായപ്പോൾ മുതൽ വന്നതാണ്. അത്തരത്തിൽ തന്നെ ഒരു പ്രത്യാഘാതം വലിയൊരു പ്രശ്നത്തിലേക്ക് തന്നെയല്ലേ ഈ ഒരു തീരുമാനവും കൊണ്ടുവന്ന് എത്തിക്കുക?
അഞ്ചു നോട്ട് റദ്ദാക്കിയ നവംബർ 8 ഉത്തരവിനെ തുടർന്ന് ഏകദേശം 70ഓളം ഭേദഗതികൾ വരുത്തിക്കൊണ്ടാണ് റിസർവ് ബാങ്ക് തന്നെ ഈ നോട്ട് അസാധുവാക്കലിന്റെ പ്രത്യാഘാതം ജനങ്ങളിലേക്ക് എത്താതിരിക്കാൻ ശ്രമങ്ങൾ നടത്തിയത്. പക്ഷേ അത് തന്നെ ആലോചനയില്ലാത്ത തീരുമാനമാണെന്ന് വരും ദിവസങ്ങളിലുണ്ടായ സംഭവവികാസങ്ങൾ തെളിയിച്ചു. ദിനംപ്രതി തന്നെ ആയിരക്കണക്കിന് ആളുകൾ ATM-ക്ക് മുമ്പിൽ ക്യൂ നിൽക്കുന്നത് ആദ്യത്തെ ചിത്രമായിരുന്നെങ്കിൽ രണ്ടാമത് നമ്മുടെ കേരളത്തിൽ തന്നെ സഹകരണ ബാങ്കുകളെ ആകെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് സഹകരണ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ കഴിയാത്തതിനാൽ നിരവധി പെൺകുട്ടികളുടെ വിവാഹം മുടങ്ങിയതടക്കമുള്ള കാര്യങ്ങൾ, നിരവധി പേർ ജപ്തി ഭീഷണി നേരിട്ട നിരവധി പേർ ആത്മഹത്യയിലേക്ക് പോയ സാഹചര്യങ്ങൾ, അതോടൊപ്പം തന്നെ ദിനംപ്രതി കറൻസി നോട്ടുകളുടെ ഇടപാട് നടത്തുന്ന കാർഷിക മേഖലകൾ, അതായത് നാട്ടിൻ പ്രദേശത്തെ കാർഷിക മേഖലകൾ ആകെ തകരുന്ന ഒരു കാഴ്ച. ഒരുപക്ഷെ കേരളത്തെ അത് അത്രത്തോളം ബാധിച്ചില്ലെങ്കിൽ പോലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ കാർഷിക മേഖല ആശ്രയിക്കുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ അത് ഗുരുതരമായി ബാധിച്ചു. കാർഷിക മേഖലയുടെ ആകെ നട്ടലൊടിഞ്ഞു. ആ കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അഞ്ജു, ശരി, വ്യക്തമാണ്. എന്തായാലും കറൻസി ഇടപാടുകൾ 3 ലക്ഷത്തിലധികമായാൽ പിഴ ഈടാക്കാൻ ഒരുങ്ങി കേന്ദ്ര സർക്കാർ പുതിയ തീരുമാനമെടുത്തിരിക്കുന്നു. വിവരങ്ങളാണ് സിജു സുഗതൻ നൽകിയത്. ഇപ്പോൾ ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ സമ്മേളനത്തിൽ പുതിയ പ്രസിഡന്റ് മുഹമ്മദ് റിയാസ് സംസാരിക്കുന്നു. തത്സമയം There is a resolution congratulating the reception committee. Our General Secretary, Comrade Avoy, will place it. The comrades of the Presidium, my dear comrades, friends from media, first I congratulate all of you from the UIFI Central Executive Committee. This is our one most important resolution congratulating the reception committee. The delegates of the 10th All India Conference of UIFI extended revolutionary greetings to the reception committee for making wonderful arrangement and making this conference a huge success. Such exemplary steps taken by the reception committee will make this conference etched in our memory. This included building 13 houses for the poor and the homeless, providing 92 scholarships for the students from the economically disadvantaged section of the society, and cultivating paddy, fish and vegetables in an organic manner, and raising chickens for the composing for delegate. All these were done by our beloved comrade. As part of our political program associated with this conference, seminar were organized where eminent personalities were present. Cultural programs showcasing the rich Indian tradition and poster exhibition on our social and political struggle are also prize-worthy. The overall direction of the conference, premise and the internal decoration of the conference hall are also remarkable well, investing the whole venue with the truly pan-Indian flavor. The area is a no plastic zone and the material used for Victrovic purpose are all eco-friendly. The reception committee's effort were expectation unexpectedly and remarkably. We again greet them for their echoing intervention. कॉमरेड रिसेप्शन कमेटी को पूरा डेलीगेट के ओर से, पूरा कॉन्फ्रेंस के ओर से हमारा हार्दिक लाल सलाम देते हैं। खास करके ये कोची का DYFI एंड रिसेप्शन कमेटी सभी लोग मिलके ये कॉन्फ्रेंस को एक माइलस्टोन कॉन्फ्रेंस बना दिया। इसलिए DYFI सेंट्रल कमेटी के ओर से और कॉन्फ्रेंस के ओर से मैं रिसेप्शन कमेटी को कंग्रेचुलेट करता हूँ। അഖിലേന്ത്യാ സമ്മേളനത്തിൽ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. മുഹമ്മദ് റിയാസ് ആണ് ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ്. അവോയ് മുഖർജി ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തിരിക്കുന്നു. എൻ ഷംസീർ വൈസ് പ്രസിഡന്റ്, എം സ്വരാജ് ജോയിന്റ് സെക്രട്ടറി എന്നിവരെയാണ് ഇപ്പോൾ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഒപ്പം ദില്ലിയിൽ നിന്നുള്ള ബൽബീർ പൻസാര ട്രഷററായും തെരഞ്ഞെടുത്തിരിക്കുന്നു. വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുകയാണ്. സാലി, മുഹമ്മദ് റിയാസ് അടക്കം നിരവധി പേരെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആരൊക്കെയാണ് പുതിയ സാരഥികൾ? അഞ്ജു, ഡിവൈഎഫ്ഐ 10ാം അഖിലേന്ത്യാ സമ്മേളനം പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഇനി അടുത്ത സമ്മേളന കാലയളവ് വരെ
പുതിയ ഭാരവാഹികൾ ഇവരായിരിക്കും. നിലവിലുള്ള ജോയിന്റ് സെക്രട്ടറിയായ PA മുഹമ്മദ് റിയാസ്, കേരളത്തിൽ നിന്നുള്ള PA മുഹമ്മദ് റിയാസ് പ്രസിഡന്റായി. പാലക്കാട് MP രാജേഷ് ആയിരുന്നു നിലവിൽ പ്രസിഡന്റ്. അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞ സാഹചര്യത്തിൽ പിൻഗാമിയായി PA മുഹമ്മദ് റിയാസ് പ്രസിഡന്റായി എത്തുന്നത്. നിലവിൽ ജനറൽ സെക്രട്ടറിയായി ബംഗാളിൽ നിന്ന് തന്നെയുള്ള അബോയ് മുഖർജിയാണ് നിലവിൽ ജനറൽ സെക്രട്ടറി. അദ്ദേഹം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരും എന്നും തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം ട്രഷററായി ഡൽഹിയിൽ നിന്നുള്ള ബൽബീർ പൻസാരയെ തെരഞ്ഞെടുത്തു. കേരളത്തിൽ നിന്ന് സെക്രട്ടേറിയറ്റ് ഭാരവാഹിത്വത്തിൽ 2 പേരുണ്ട്. വൈസ് പ്രസിഡന്റായി AN ഷംസീറും ജോയിന്റ് സെക്രട്ടറിയായി M സ്വരാജ് MLA യും ഉണ്ടാവും. ഒപ്പം തന്നെ 83 അംഗ കേന്ദ്ര കമ്മിറ്റിയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. അത് കേരളത്തിൽ നിന്ന് 8 പേരുണ്ട്. മാത്രമല്ല ഇക്കുറി ഒരു പ്രധാനപ്പെട്ട കാര്യം, DYFIയുടെ കേന്ദ്ര സെക്രട്ടേറിയറ്റിൽ 5 വനിതകളെ പുതുതായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം DYFI അതിന്റെ ഭരണഘടന ഈ സമ്മേളനത്തിൽ ഭേദഗതി ചെയ്തിരുന്നു. സംഘടനയുടെ എല്ലാ തെരഞ്ഞെടുക്കപ്പെടുന്ന കമ്മിറ്റികളിലും ഭാരവാഹി ഉൾപ്പെടുന്ന കമ്മിറ്റികളിൽ 20% യുവതികൾക്കായി നീക്കിവെക്കണം എന്നൊരു നിർണായക തീരുമാനം ഭരണഘടനാ ഭേദഗതിയായി DYFI സമ്മേളനം കൈക്കൊണ്ടിരുന്നു. അതിന്റെ ആദ്യ പ്രതിഫലനം എന്നോണം പുതിയ കേന്ദ്ര കമ്മിറ്റിയിലും അതേ അനുപാതത്തിൽ പുതിയ വനിതകളെ കേന്ദ്ര സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു നിർണായകമായ തീരുമാനം കൂടി ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട PA മുഹമ്മദ് റിയാസ് നിലവിൽ DYFIയുടെ ജോയിന്റ് സെക്രട്ടറി, കേന്ദ്ര ജോയിന്റ് സെക്രട്ടറിയെ പ്രവർത്തിച്ചു വരികയായിരുന്നു. കോഴിക്കോട് സ്വദേശിയാണ്. കോഴിക്കോട് കോട്ടുവള്ളി DYFI യൂണിറ്റ് സെക്രട്ടറിയായാണ് അദ്ദേഹം DYFI സംഘടനാ പ്രവർത്തന രംഗത്തേക്ക് കടന്നു വരുന്നത്. തുടർന്ന് ബ്ലോക്ക് തലത്തിലും ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും ഒക്കെ നിരവധി സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റായും സെക്രട്ടറിയായും മുഹമ്മദ് റിയാസ് പ്രവർത്തിച്ചിട്ടുണ്ട്. ഒപ്പം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ചു. നിലവിൽ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു. നിരവധി സമരങ്ങളിൽ DYFIയെ നയിക്കുകയും സമരമുഖങ്ങളിലൊക്കെ സജീവമായി നിലനിൽക്കുകയും ചെയ്ത ഒരു യുവ നേതാവാണ് മുഹമ്മദ് റിയാസ്. അതുകൊണ്ട് തന്നെ DYFIയുടെ ഏറ്റവും താഴെത്തട്ടിലുള്ള യൂണിറ്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്നും പടിപടിയായി രാജ്യത്ത് ഈ പ്രസ്ഥാനത്തെ നയിക്കാൻ ഉള്ള പ്രാപ്തിയുള്ള നേതാവായി മുഹമ്മദ് റിയാസിനെ തെരഞ്ഞെടുത്തിരിക്കുന്നു. സ്വാഭാവികമായും കേരളത്തിന്റെ പ്രാതിനിധ്യം, ഏറ്റവും പ്രധാനപ്പെട്ട പ്രാതിനിധ്യം കേരളത്തിൽ ലഭിച്ചിരിക്കുന്നു. പ്രസിഡന്റായി മുഹമ്മദ് റിയാസ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ഒപ്പം തന്നെ നിലവിൽ MP രാജേഷ് ആയിരുന്നു നിലവിൽ പ്രസിഡന്റ്. അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞ സാഹചര്യത്തിലാണ് മുഹമ്മദ് റിയാസ് ആ സ്ഥാനത്തേക്ക് വരുന്നത്. ഏതായാലും പ്രതിനിധി സമ്മേളനത്തിന്റെ എല്ലാ നടപടിക്രമങ്ങളും ഇപ്പോൾ ഏതാണ്ട് അവസാനിച്ചു എന്ന് തന്നെ പറയാം. അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. വൈകിട്ടാണ് പൊതുസമ്മേളനം നടക്കുക. ഏതാണ്ട് 1 ലക്ഷത്തോളം യുവജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള വൻപിച്ച ഒരു യുവജന റാലിയാണ് സംഘാടകർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഫിഡൽ കാസ്ട്രോ നഗറിൽ, മറൈൻ ഡ്രൈവിലെ ഫിഡൽ കാസ്ട്രോ നഗറിൽ യുവജനങ്ങളോട് എറണാകുളം ജില്ല മാത്രം കേന്ദ്രീകരിച്ച് പങ്കെടുക്കാനാണ്, എറണാകുളം ജില്ലയിലെ DYFI പ്രവർത്തകർ മാത്രം അണിനിരത്തിക്കൊണ്ടുള്ള ഒരു റാലിയാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രകടനമില്ല. നമുക്കറിയാം എറണാകുളം നഗരത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ഗതാഗത കുരുക്കും പ്രശ്നങ്ങളുമുള്ള ഒരു നഗരമാണ്. ഇത്രയും ആളുകൾ നഗരത്തിൽ എത്തിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന ഗതാഗത പ്രശ്നങ്ങളും ഇവിടുത്തെ സാധാരണ ജീവിതത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങളും തടസ്സങ്ങളും ഒക്കെ മുൻകൂട്ടി കണ്ട് സംഘാടകർ അത്തരത്തിലൊരു തീരുമാനമെടുക്കുകയായിരുന്നു. കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രകടനം ഇക്കുറി വേണ്ട, മറിച്ച് മറൈൻ ഡ്രൈവിലെ ഫിഡൽ കാസ്ട്രോ നഗറിൽ യുവജനങ്ങളോട് സംഗമിക്കാനാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഒപ്പം എന്നാൽ ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളായിട്ടുള്ള 750 പേരുണ്ട് 24 ജില്ലകളിൽ നിന്നായി. അവർ രാജേന്ദ്ര മൈതാനിയിൽ നിന്നും മറൈൻ ഡ്രൈവിലേക്ക് ഒരു പ്രകടനമായി നീങ്ങും. ആ പ്രകടനം ഫിഡൽ കാസ്ട്രോ നഗറിൽ എത്തിച്ചേരുന്നതോടുകൂടി പൊതുസമ്മേളനം ആരംഭിക്കും. പൊതുസമ്മേളനം CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഉദ്ഘാടനം ചെയ്യും. മുഖ്യമന്ത്രി പിണറായി വിജയൻ, MA ബേബി തുടങ്ങിയ ഒട്ടേറെ പ്രമുഖർ ഈ പൊതുസമ്മേളനത്തെ അഭിവാദ്യം ചെയ്യുകയും ചെയ്യും. അഞ്ജു. സാലിം മുഹമ്മദാണ് വിവരങ്ങൾ. തിരികെ വാർത്തകളിലേക്ക്. ലോ അക്കാദമി നാളെ തുറക്കാൻ ഉറച്ച മാനേജ്മെന്റ്. ക്ലാസ് തുടങ്ങാനുള്ള നീക്കത്തെ എന്തു വില കൊടുത്ത് നേരിടുമെന്ന് VM സുധീരൻ. വിദ്യാർത്ഥി സമരം ഇന്ന് 26ാം ദിവസത്തിൽ. അതേസമയം നാളെ അടിയന്തര സിൻഡിക്കേറ്റ് യോഗവും ചേരുന്നുണ്ട്. വിവരങ്ങളുമായി സുനിൽ അർമാനൂർ ചേരുകയാണ്. സുനിൽ, നാളെ സംബന്ധിച്ച് ലോ അക്കാദമിയെ സംബന്ധിച്ച് നാളെ ഏറെ നിർണായകമായ ഒരു ദിനം. നാളെ ക്ലാസുകൾ തുറക്കാൻ ഉറച്ച മാനേജ്മെന്റും എതിർത്തുകൊണ്ട് സമരക്കാരും രംഗത്തുണ്ട്. എന്തായാലും നാളത്തെ ഒരു ദിവസം അതെങ്ങനെയാവും? അഞ്ജു, നാളെ കോളേജ് തുറന്നു പ്രവർത്തിക്കാനുള്ള തീരുമാനത്തിലാണ് മാനേജ്മെന്റ്. ഇതിന് പോലീസിന്റെ സഹായവും തേടിയിട്ടുണ്ട്. ഇതേസമയം തന്നെ ശക്തമായിട്ടുള്ള സമരവുമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ സമരം ചെയ്യുന്ന വിദ്യാർത്ഥി സംഘടനകൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി രാവിലെ തന്നെ വിദ്യാർത്ഥികൾ സമരപന്തലിലേക്ക് എല്ലാ വിദ്യാർത്ഥികളും എത്തിച്ചേരണമെന്നാണ് സംഘടനകൾ ഇപ്പോൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ABVP, അതുപോലെ തന്നെ AISF, MSF, KSU തുടങ്ങിയ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിനിധികളോടാണ് ഇത്തരത്തിലൊരു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്.
സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾ പറയുന്നത് ഏകദേശം 90% വിദ്യാർത്ഥികളും ഇപ്പോൾ തങ്ങളോടൊപ്പം ഈ സമരത്തിൽ പങ്കുചേർന്നുണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയാണ്. 10% പേർ മാത്രമേ കോളേജിലേക്ക് കയറുകയുള്ളൂ എന്നും ഇവർ പറയുന്നുണ്ട്. കാരണം ഇവർക്ക് എല്ലാവർക്കും ആവശ്യം ഒന്ന് തന്നെയാണ്. പക്ഷേ SFIയുമായി ബന്ധപ്പെട്ടത് സമരം ഒത്തുതീർപ്പായ ഒരു പശ്ചാത്തലത്തിലാണ് കുറച്ച് കുട്ടികൾ ഇത്തരത്തിൽ ക്ലാസ്സിൽ കയറാനായി പോകുന്നത് എന്നാണ് പറയുന്നത്. പക്ഷേ പ്രിൻസിപ്പൽ സ്ഥാനം ലക്ഷ്മി നായർ രാജിവെക്കുന്നത് വരെ ശക്തമായിട്ടുള്ള പ്രക്ഷോഭവുമായി തന്നെ മുന്നോട്ട് പോകുമെന്നാണ് പറയുന്നത്. ഈ വിദ്യാർത്ഥി സംഘടനകൾക്ക് പൂർണ്ണ പിന്തുണയുമായി തന്നെ കോൺഗ്രസ് നേതൃത്വം രംഗത്തെത്തിയിട്ടുണ്ട്. KPCC പ്രസിഡന്റ് തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയതാണ്. ഏതായാലും നാളെ പോലീസ് സുരക്ഷയും കൂടുതലായി തന്നെ ഈ കോളേജ് പരിസരത്ത് ഒരുക്കുന്നുണ്ട്. ശരി.